വി ഡി സതീശൻ ഈ ജനവിധി വരാൻ നാളെ ജനവിധി വരാനിരിക്കെ 3 ദിവസം മുമ്പ് 3 ദിവസം മുൻപ് വി ഡി സതീശൻ നടത്തിയ ഒരു മംഗലാപുരം യാത്രയുണ്ട്. മെയ് 1-ാം തീയതി വി ഡി സതീശൻ മംഗലാപുരത്തേക്ക് പോയത് ചാർട്ടേഡ് വിമാനത്തിലാണ്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് വി ഡി സതീശൻ നടത്തിയ യാത്ര ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ ചർച്ചയായ സ്ഥിതിക്ക് നമ്മൾ ആ ചാർട്ടേഡ് വിമാന യാത്രയിലേക്ക് കൂടി പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുടെ ചെലവ് വഹിച്ചത് അദ്ദേഹമല്ല, മറ്റൊരാളാണ്. ആ വ്യക്തി ആരാണ് എന്നതുകൂടി നമുക്ക് പറഞ്ഞു പോകണം. ചാർട്ടേഡ് വിമാനത്തിൽ വി ഡി സതീശൻ പോയിട്ട് കണ്ടതാരെയാണ്? കോൺഗ്രസ് നേതാക്കളെയല്ല, ഡി കെ ശിവകുമാറിനെയല്ല, സിദ്ധരാമയ്യയല്ല, NDAയുടെ ഭാഗമായ JDSന്റെ നേതാക്കളെയാണ്. BJP പിന്തുണയിൽ MLC ആയ ഫറൂഖിനെയും കോൺഗ്രസ് വിട്ട് JDSലെത്തിയ മൊഹിയുദ്ദീനെയും പ്രതിപക്ഷ നേതാവ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോയി കണ്ടത് എന്തിനാണ്? വിമാനത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആരാണെന്നോ? വി ഡി സതീശന്റെ കോ പാസഞ്ചർ, ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് യാത്ര ചെയ്തത് കെ റജികുമാർ. കെ റജികുമാറിനെ പ്രേക്ഷകർക്ക് അറിയാമോ? സ്വർണ്ണപ്പാളി കേസിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിയാണ്. സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പാടിക്കുകയും സ്വർണ്ണപ്പാളി കേസിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിക്കൊപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന വി ഡി സതീശനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് എന്നതിലെ വൈരുദ്ധ്യം മലയാളി ഒന്ന് കാണണം. കർണാടക കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ടില്ല ഈ യാത്ര, പിന്നീട് അറിഞ്ഞു. ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ NDA നേതാക്കൾ ഒരുക്കിയ വിരുന്നുമുണ്ടു വി ഡി സതീശൻ. രാവിലെ 8:40 മംഗലാപുരത്ത് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. വൈകിട്ട് 5:15 അതേ ഫ്ലൈറ്റിൽ, അതേ ചാർട്ടേഡ് വിമാനത്തിൽ, ആ ചാർട്ടേഡ് വിമാനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം, അതായത് ഫാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫാക്ട് ഉണ്ട് സാർ, ഇതാണ് ആ ഫാക്ട്. ആ മംഗലാപുരം യാത്ര ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് എന്തിനാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്.